ഹലോ മൈ വെരി 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 ബ്യൂട്ടിഫുൾ. ഞാൻ ചായ കുടിച്ചതാണ് ഇവിടെ കാണാൻ പറ്റുന്നത് ഡ്രസ്സിൽ. ഞാൻ ഇന്നലെ യൂട്യൂബിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. കാരണം ആ സാധനം ഞാൻ ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. യൂട്യൂബിൽ നിന്ന് മാത്രം പറയാൻ വേണ്ടി പറ്റില്ലല്ലോ. അപ്പോൾ അതിൽ ചെറിയൊരു മിസ്റ്റേക്ക് എൻ്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. മിസ്റ്റേക്ക് മീൻസ് എൻ്റെ അറിവില്ലായ്മയാണത്. ഇപ്പം എല്ലാം തികഞ്ഞ എല്ലാ അറിവുകളും ഉള്ള ആൾക്കാരല്ലല്ലോ എൻ്റെ വീഡിയോസ് കാണുന്നത്. അപ്പം നിങ്ങളിൽ ഒരു മനുഷ്യൻ തന്നെയാണ് ഞാനും. അപ്പം എൻ്റെ അറിവില്ലായ്മയാണ്. പക്ഷെ നമ്മുടെ ഭാഗത്ത് നിന്ന് ഒരു തെറ്റ് വന്നിട്ട് അത് ഒരാൾ തിരുത്തി തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്നത് പോലെ അത് വന്നിരുന്ന് തിരുത്തുക എന്നുള്ളത് ഞാൻ ശീലിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് നമുക്ക് ഞാൻ ഇന്നലെ ഇട്ട വീഡിയോ നമുക്കൊന്ന് കാണാം. ഹായ്, നമുക്കൊരു വീഡിയോ കാണാം. എനിക്ക് ഈ വീഡിയോ എൻ്റെ ഫീഡിൽ വന്നപ്പോൾ തന്നെ അറിയായിരുന്നു നിങ്ങളിൽ പല ആൾക്കാർ എനിക്കിത് സെൻഡ് ചെയ്ത് തരും എന്നുള്ളത്. എന്തായാലും നമുക്ക് ആ ഒരു സാധനം കാണാം. പിന്നെ ഈ UDFന്റെ ഒരുപാട് പ്രഖ്യാപനങ്ങളുണ്ട്. അതായത് ബസ്സിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്രയൊക്കെ. അപ്പോൾ ജാസിനെ ബസ്സിൽ കയറ്റിയിട്ട് ഫ്രീ ആയിട്ട് സൗജന്യ യാത്ര തരുമോ? പിന്നെ എന്താ, ഞാൻ സ്ത്രീയല്ലേ, എനിക്ക് സൗജന്യ യാത്ര വേണ്ട. പിന്നെ സൗജന്യം തന്നില്ലെങ്കിൽ ഞാൻ അവിടെ പ്രതിഷേധം ഉണ്ടാക്കും. ഞാനത് ആ ഒരു നിയമം അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വാങ്ങിച്ചിട്ടേ ഞാൻ അടക്കും. ഉറപ്പാണ്? പിന്നെന്ത്, എന്നാ നമുക്ക് ബസ്സിൽ കാണാം. പിന്നെ ബസ്സിൽ കാണാം. നമുക്ക് ബസ്സിൽ എല്ലാവർക്കും കൂടി ഒരു ടൂറ് പോകണം അല്ലേ രാജവത്ത? എല്ലാ പെണ്ണുങ്ങൾക്കും കൂടി ഒരു ബസ്സിൽ ഞങ്ങൾ ഗവി പോകാനുള്ള ഒരു പ്ലാൻ ചെയ്യുന്നുണ്ട് അല്ലേ? നമുക്ക് എല്ലാവരും കൂടി ഗവിയിലേക്ക് പോകാം. അതാകുമ്പോൾ ഗവൺമെന്റ് വണ്ടി ഉണ്ടല്ലോ, നമുക്ക് സുഖമായിട്ട് ഗവി പോയി ഇറങ്ങിക്കൂടെ, പൈസ കൊടുക്കാണ്ട്. അത് ഞങ്ങൾ സ്ത്രീകൾ പോയിക്കോളും. ഇനിയിപ്പം അങ്ങനെ ഒരു ആനുകൂല്യം സ്ത്രീകൾക്ക് കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ ഞങ്ങൾ സ്ത്രീകള് ഗവിയിലേക്കോ എവിടേക്കാന്ന് വെച്ചാൽ ഞങ്ങൾ പോയിക്കോളും. നിങ്ങൾ എങ്ങനെയാണ് സ്ത്രീ ആവുന്നത്? നിങ്ങളടുത്ത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നിങ്ങൾക്ക് യൂട്രസ് ഉണ്ടോ? നിങ്ങൾക്ക് പീരിയഡ്സ് ആവുന്നുണ്ടോ? നിങ്ങൾക്കൊരു കുട്ടിക്ക് ജന്മം ഓക്കെ, അവിടെയാണ് എനിക്ക് തെറ്റ് പറ്റിയിട്ടുള്ളത്. കാരണം എന്റെ ധാരണ ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ എന്റെ കുഞ്ഞറിവിൽ ഉണ്ടായിരുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്ത്രീകള് ചില ആൾക്കാർക്ക് ഈ യൂട്രസ് റിമൂവ് ചെയ്യുന്നതിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. യൂട്രസിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ മുഴയോ അങ്ങനെ എന്തെങ്കിലും വരുന്ന സമയത്ത് അത് റിമൂവ് ചെയ്യുന്നതിനെ കുറിച്ച് എനിക്ക് അറിയാമെന്നല്ലാതെ യൂട്രസ് ഇല്ലാതെയും പെൺകുഞ്ഞുങ്ങൾ ജനിക്കും എന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു. അതെന്റെ മിസ്റ്റേക്കാണ്. ചിലപ്പോൾ എന്റെ വീഡിയോ എത്രയോ ആൾക്കാർ കാണുന്നുണ്ട്. ഞാൻ അങ്ങനെ ഗൂഗിൾ ചെയ്ത സമയത്ത് 5000 പേരിൽ ഒരാൾക്ക് 5000 പെൺകുട്ടികൾ ജനിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഒരാൾ യൂട്രസ് ഇല്ലാണ്ട്, അങ്ങനെയാണ് അതിന്റെ കണക്ക് വരുന്നത്. ഞാൻ ഗൂഗിൾ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഈ കമന്റ് സെക്ഷൻ കണ്ടിട്ട്. അങ്ങനെ ഞാൻ ഗൂഗിൾ ചെയ്ത സമയത്ത് അങ്ങനെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ എന്റെ ഭാഗത്ത് നിന്ന് വന്ന മിസ്റ്റേക്ക് ആണത്. ചിലപ്പോൾ എന്റെ വീഡിയോ കാണുന്ന ഏതെങ്കിലും ആ ഒരാളാണ് ഈ 5000-ൽ ഒരാളെന്നുണ്ടെങ്കിൽ നിങ്ങളത് ഹേർട്ട് ചെയ്തിട്ടുണ്ടാവും എന്ന് എനിക്കറിയാം. മനസ്സിലായില്ലേ? എന്റെ അറിവില്ലായ്മയാണത്. യൂട്രസ് ഇല്ലാതെയും പെൺകുഞ്ഞുങ്ങൾ ജനിക്കും എന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു. ഐ ആം വെരി 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 സോറി. അങ്ങനെയുള്ള ആരെങ്കിലും എന്റെ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ, നിങ്ങളത് ഹേർട്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഐ ആം വെരി 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 സോറി. എന്റെ അറിവില്ലായ്മയാണത്. ഞാനത് തിരുത്തുന്നു. കാരണം നിങ്ങൾ പറഞ്ഞു തരുമ്പോൾ എനിക്കത് മനസ്സിലായി അങ്ങനെയുള്ള കാര്യങ്ങളും കൂടി ഉണ്ട് എന്നുള്ളത്. പക്ഷെ അതിൽ പറഞ്ഞതിൽ മാറ്റമൊന്നുമില്ല. ഈ പറയുന്ന പോലെ താഴത്ത് പിന്നെ ആണുങ്ങളുടെ ജനനേന്ദ്രിയം വെച്ചിട്ട് മുകളിൽ എപ്പോ വേണമെങ്കിലും റീപ്ലേസ് ചെയ്യാൻ, എടുത്തു കളയാൻ പറ്റുന്ന രീതിയിലുള്ള സിലിക്കോൺ കുത്തി വെച്ചിട്ട് ഞാനൊരു സ്ത്രീയാണ് എന്ന് വന്ന് പറഞ്ഞിട്ട് സ്ത്രീകൾക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങളൊക്കെ എനിക്ക് കിട്ടണമെന്ന് ഇനി ഏതൊരാൾ വന്നിരുന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഞാൻ അതിനെ എതിർക്കും. തീർച്ചയായിട്ടും എതിർക്കും. നിങ്ങൾ കുറെ ആൾക്കാർ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർക്ക് ജീവിക്കണ്ടെന്ന് പറഞ്ഞിട്ടൊന്നുമില്ല. അവരോട് നാട് വിടാനോ അല്ലെങ്കിൽ പോയി പിന്നെ ചാവാനൊന്നും ആരും ഇവിടെ പറഞ്ഞിട്ടില്ല. അവർക്ക് അവരേതായിട്ടുള്ള രീതിയിൽ ജീവിച്ചു പോവാമെന്നുള്ളതേ ഉള്ളൂ. അവർ ഒരുപാട് വീഡിയോസ് ചെയ്യുന്നുണ്ട്. അതിനൊന്നും ആരും എതിർക്കുന്നില്ല. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ ഈ പറയുന്ന ജാസിന്റെ ഒരു വീഡിയോ കണ്ടു. ആള് പാവപ്പെട്ട എന്നല്ല, ചിലപ്പം ആഗ്രഹം ഉണ്ടാവാം, മേക്കപ്പ് ചെയ്യാനൊക്കെ ആഗ്രഹം ഉണ്ടാവാം. പക്ഷെ പാരന്റ്സിന്റെയോ അല്ലെങ്കിൽ സ്വന്തം കയ്യിൽ അത്രയും എമൗണ്ട് പിന്നെ മേക്കപ്പിന് മുടക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ ജാസി തന്നെ ഒരു ചെലവും ഇല്ലാണ്ട് പോയിട്ട് മേക്കപ്പ്, അതൊക്കെ വലിയ നല്ല കാര്യമാണത്. അതിലൊന്നും നമുക്ക് ഒരു തെറ്റും പറയില്ല. പക്ഷെ ഇങ്ങനെയുള്ള പ്രസ്താവനകളൊന്നും ദയവ് ചെയ്തിട്ട് പബ്ലിക്കിൽ വന്ന് പറയരുത്. ഞാൻ പറയും, അവര് ജീവിക്കണോ അതൊക്കെ കമന്റ് സെക്ഷനിൽ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ അത് നിങ്ങളുടെ അഭിപ്രായമാണ്. ഇതെന്റെ അഭിപ്രായമാണ്. മനസ്സിലായില്ലേ? നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം പറയാനുള്ള, കമന്റ് ബോക്സിൽ വന്ന് പറയാനുള്ള അതേ സ്വാതന്ത്ര്യം എനിക്കും ഉണ്ട്. പബ്ലിക്കിൽ വന്നിട്ട് പിന്നെ ഇങ്ങനെ കൊണയടിക്കാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്. അങ്ങനെ കൊണയടിക്കുമ്പോൾ അത് നമ്മൾ എതിർക്കും. സ്ത്രീകൾക്ക് കിട്ടുന്ന പരിഗണന ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള ആ വ്യക്തി നേടണമെന്ന് അല്ലെങ്കിൽ എനിക്ക് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്ന് അതെങ്ങനെ ശരിയാവും? നിങ്ങളൊക്കെ ചേർന്നിട്ട് ഈ കമന്റ് സെക്ഷനിൽ വന്നിട്ട് അവരെ ജീവിക്കാൻ അനുവദിക്കണം, അവർക്കും കിട്ടട്ടെ എന്ന് പറഞ്ഞ് നിങ്ങളൊക്കെ ജാസിയുടെ കൂടെ കൊടിയും പിടിച്ച് സമരത്തിൽ പങ്കെടുക്കണം എന്നാണ് എന്റെ അഭിപ്രായം.
പിന്നെ ഇവർക്കും കൂടി ഈ പറയുന്ന ജാസിക്കും കൂടി സ്ത്രീകൾക്ക് കിട്ടുന്ന പരിഗണന കിട്ടണം എന്നുള്ള സമരത്തിൽ കമന്റ് സെക്ഷനിൽ വന്നിരുന്ന് ആ പ്രസ്താവനയെ സപ്പോർട്ട് ചെയ്ത എല്ലാരും വണ്ടിയും പിടിച്ചു പോയി സപ്പോർട്ട് ചെയ്യണം. വിജയം സമരം ചെയ്യും വിജയം വേറെയും ജാസിയുടെ സമരം ചെയ്യും നിങ്ങൾ പറയണം. ഈ ഒരു സംഭവം ഉണ്ടല്ലോ, അതായത് സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്നുള്ളത് ഇതെന്റെ അഭിപ്രായമാണ്, എന്റെ മാത്രം അഭിപ്രായമാണ്. അതിന് പകരം ഉണ്ടല്ലോ, ഇതൊരിപ്പം കുറെ ആൾക്കാർക്ക് ആണുങ്ങൾ മെയിലായിട്ടുള്ള ഒരുപാട് പേരെ വീഡിയോ ഒക്കെ ചെയ്തിട്ട് കാണാം. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യണം? ശരി തന്നെയല്ലേ അല്ലേ? എന്റെ ഒരു അഭിപ്രായത്തില് സൗജന്യ യാത്ര നമ്മുടെ KSRTCകളിൽ സർക്കാരിന്റെ ട്രാൻസ്പോർട്ടേഷനിൽ സൗജന്യ യാത്ര കൊടുക്കേണ്ടത് ഒന്ന് ഈ ഡിസേബിലിറ്റി ഉള്ള അംഗവൈകല്യങ്ങളുള്ള ആൾക്കാർക്ക്, ഈ കണ്ണ് കാണാൻ പറ്റാത്ത, സംസാരശേഷി ചെവി കേൾക്കാത്ത അങ്ങനെയുള്ള ആൾക്കാർക്ക്, പിന്നെ ഓട്ടിസം ഒക്കെ ബാധിച്ചിട്ടുള്ളവരെ, ഡയാലിസിസ് പേഷ്യന്റുകള്, ഗർഭിണികള്, വൃദ്ധരായിട്ടുള്ള ആൾക്കാർ, ഇങ്ങനെയുള്ള ആൾക്കാർക്കല്ലേ ശരിക്കും പറഞ്ഞാൽ സൗജന്യ യാത്ര കൊടുക്കേണ്ടത്. ഈ ഡയാലിസിസ് ആവട്ടെ അല്ലെങ്കിൽ ഈ ഡിസേബിലിറ്റി ഉള്ളവരാവട്ടെ അങ്ങനെയുള്ളവരുടെയൊക്കെ കൂടെ പോകുന്ന രണ്ടുപേർക്കും സൗജന്യ യാത്ര കൊടുത്താലും പ്രശ്നമൊന്നുമില്ല. ഈ ഹോസ്പിറ്റലുകളിലേക്ക് ഡയാലിസിസിനാവട്ടെ ബാക്കിയുള്ള ഇതുപോലുള്ള ട്രീറ്റ്മെന്റിനൊക്കെ, ക്യാൻസർ പേഷ്യൻസിന്റെ ഒക്കെ ട്രീറ്റ്മെന്റിനൊക്കെ പോകുന്ന ആൾക്കാർക്ക്, അവരുടെ കൂടെ പോകുന്ന ആൾക്കാർക്ക് ഫ്രീ കൊടുത്താലും തെറ്റില്ല. കാരണം ഈ ഡയാലിസിസ് ഒക്കെ ഡെയിലി ചെയ്യുന്ന ആൾക്കാരുണ്ടാവാം. അതിന് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ, സർക്കാരിന്റെ ട്രാൻസ്പോർട്ടേഷൻ ഉപയോഗിക്കുന്ന ആൾക്കാർ, അങ്ങനെയുള്ളവർക്കൊക്കെ നിങ്ങൾ ഫ്രീ കൊടുക്കുക, സൗജന്യ യാത്ര കൊടുക്കുക. എന്റെ അഭിപ്രായമാണിത്. അല്ലാതെ ഇങ്ങനെ ഒരു ജെൻഡറിന് മാത്രം കൊടുക്കുക എന്നുള്ളതിലുപരി ഇങ്ങനെ നീഡായിട്ടുള്ള ആൾക്കാർക്ക് ഈ സൗജന്യ യാത്ര കൊടുക്കണം എന്നാണ് എന്റെ അഭിപ്രായം. ആർക്കൊക്കെ ഇങ്ങനെയുള്ള അഭിപ്രായം ഉണ്ട് എന്ന് എനിക്കറിയില്ല. നിങ്ങളുടെ അഭിപ്രായം, ഈ ഒരു സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്നുള്ള ഒരു സംഭവത്തോട് നിങ്ങൾ എനിക്ക് വിയോജിപ്പൊന്നുമില്ല കേട്ടാ. അതിലുപരി ഇങ്ങനെയായിരുന്നു ചെയ്യേണ്ടിയിരുന്നത് എന്നുള്ളത് എന്റെ അഭിപ്രായമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴത്ത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. എന്തു തന്നെ ആവട്ടെ, ഈ ഒരു വിഷയത്തിൽ, അതായത് നമ്മുടെ ജാസിത്ത ഫാൻസിനോടാണ് എന്റെ ഇതിൽ മാറ്റമൊന്നുമില്ല. അങ്ങനെ ആ ഒരു സമരം വിജയിക്കുകയാണ് എന്നുണ്ടെങ്കിൽ, ഈ നിങ്ങളൊക്കെ ചൂട്ടും പിടിച്ചു പോയിട്ട് ജാസിക്ക് KSRTCയിൽ ഫ്രീ യാത്ര കൊടുക്കുകയാണെങ്കിൽ, എല്ലാ പുരുഷന്മാരോടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ പാഡഡ് ബ്രാ വാങ്ങാൻ കിട്ടും. അത് വാങ്ങുക, ഇടുക, കുറച്ച് കൺമഷിയും കുറച്ച് പിന്നെ ലിപ്സ്റ്റിക്കും ഒക്കെ ഇട്ടിട്ട്, ഹെയർ എക്സ്റ്റൻഷനും വാങ്ങാൻ കിട്ടും. ഹെയർ എക്സ്റ്റൻഷനും ഒക്കെ ഇട്ടിട്ട് പോവാ ബസ്സില്. ഒന്നും വേണ്ട, നിങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, പോവാം. ഇവർക്ക് എങ്ങനെ ഈ സമരം വിജയിച്ചാൽ, ഒരിക്കലും മറ്റേ എന്ത് കുല കൊടുത്തും വിജയിപ്പിക്കാനാണെന്നുണ്ടെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല, പ്രശ്നമുള്ള കാര്യമല്ല. പിന്നെ ഈ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര കൊടുക്കുമ്പോൾ വേറൊരു പ്രശ്നം എന്താണെന്ന് ഞാൻ പറയട്ടെ. പല ആൾക്കാരും ചിലപ്പം ഫേക്ക് ആയിട്ടുള്ള ആധാർ കാർഡൊക്കെ ഉണ്ടാക്കിയിട്ട് പർദ്ദ ഒരു കമ്മ്യൂണിറ്റി മാത്രമല്ല, പർദ്ദേന്റെ ഷോപ്പ് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതൊരു മനുഷ്യനും, അതായത് പുരുഷന്മാർക്കാവട്ടെ വൃദ്ധന്മാർക്കാവട്ടെ ആർക്കും, പിന്നെ ഇനി ഏത് കമ്മ്യൂണിറ്റിപ്പെട്ട ഏത് ജാതി മത ഭേദമന്യേ പർദ്ദേന്റെ ഷോപ്പ് പോയാൽ പർദ്ദ കിട്ടും. പർദ്ദയൊക്കെ ഇട്ടിട്ട് ആണുങ്ങൾക്ക് യാത്ര ചെയ്തൂടെ? ഈ ആധാർ കാർഡ് മാത്രം ആരും ഇങ്ങനെ ഇതുവരെയൊക്കെയുള്ള പർദ്ദകൾ വാങ്ങാൻ കിട്ടും. അതിങ്ങനെ പൊക്കി നോക്കാണെന്ന് കണ്ടക്ടർ നിൽക്കുമൊന്നുമില്ലല്ലോ ഒരിക്കലും. അതൊക്കെ മുതലെടുക്കും ആൾക്കാര്, മനസ്സിലായില്ലേ? പല രീതിയിലുള്ള മുതലെടുപ്പുകൾ ഈ ഒരു ഇത് വന്നാൽ നടക്കും, മനസ്സിലായില്ലേ? എന്ത് തന്നെ ആവട്ടെ, നമുക്ക് കണ്ടു തന്നെ അറിയാം സമരം വിജയിക്കുമോ എന്നുള്ളത്. ഞാൻ പറയുന്നത് സത്യാഗ്രഹം കിടക്കണം എന്നാണ്. സമരത്തിന് സത്യാഗ്രഹം, KSRTCക്ക് മുന്നിൽ സത്യാഗ്രഹം തന്നെ കിടക്കണം എന്നാണ് എന്റെ അഭിപ്രായം. ജാസിത്താനോടാണ് കമന്റ് ബോക്സിൽ ഒരുപാട് പേരുണ്ട് നിങ്ങളുടെ കൂടെ സമരത്തിന് വരാൻ റെഡി ആയിട്ടുള്ളവര്. അവരൊക്കെ കൂടെ കൂട്ടുക, അവരെയും സത്യാഗ്രഹം കിടത്തുക, സമരം വിജയിപ്പിക്കുക. എന്തിനും എതിർപ്പായിട്ട് ഞാൻ ഉണ്ടാകും കൂടെ. ഓക്കെ, ശരി.